ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെററിഡ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് ആണ്. പക്ഷെ ഡയറക്റ്റ് മെസ്സേജ് ഫ്രം യുവർ പേഴ്സൺ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് 5D മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പൈൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് പൈലാണോ സെക്കൻഡ് പൈലാണോ എന്ന് സെലക്ട് ചെയ്യാം. ആ ഒരു പൈലിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പൈലും കൂടി കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ പേര് മനസ്സിൽ വിചാരിക്കുക. 3 തവണ പേര് വേണമെങ്കിൽ പുറത്ത് നിങ്ങൾക്ക് പറയാം. പറഞ്ഞ് ആ ഒരു പേഴ്സന്റെ എനർജിയിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാം. ഫസ്റ്റ് പൈലായിട്ട് ഞാനിവിടെ ടൈഗർ ഐ പ്രീമിയം ക്വാളിറ്റി ടൈഗർ ഐയുടെ റിംഗ് ആണ് വെച്ചിട്ടുള്ളത്. സെക്കൻഡ്ലി ഞാനിവിടെ ഒപ്പൽ സ്റ്റോൺ ആണ് വെച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ കൈൻഡ് ഓഫ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒപ്പൽ സ്റ്റോൺ ധരിക്കുന്നത്. ആൻഡ് നമുക്ക് പ്രീമിയം ക്വാളിറ്റി ഒപ്പൽ സ്റ്റോൺ റെയിൻബോ ഫയർ ഉള്ള ഒപ്പൽ സ്റ്റോൺ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ മെസ്സേജ് ചെയ്യാം. ഇത് ചാർജ് എനർജൈസ്ഡ് ക്രിസ്റ്റൽസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ്ങോ ക്രിസ്റ്റൽസോ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പൈല് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് പൈൽ ആണെങ്കിൽ ടൈഗർ ഐയും സെക്കൻഡ് പൈൽ ആണെങ്കിൽ ഒപ്പൽ സ്റ്റോണും ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏതിലാണ് നിങ്ങളുടെ എനർജി കണക്ട് ആവുന്ന വെച്ചാൽ ചൂസ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ റീഡിങ്ങിലോട്ട് പോവാം. ഹേ ഗായ്സ്, അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് പൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ടൈഗർ ഐ ആണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ 5D മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. Please guide us. 5D messages. Energy connect ചെയ്യാം. 5D messages of their partner. എന്താണ് അവരുടെ പാർട്ട്ണർ പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നമുക്ക് കാർഡ്സ് എടുക്കാം. എന്തൊക്കെയാ കിട്ടുന്നതെന്ന്. നിങ്ങളുടെ ചിരി അവർക്ക് വളരെയധികം ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചിരി കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മേ ബി അവർ പല സ്റ്റെപ്പും എടുക്കുന്നത് നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവുകൾ എടുക്കാൻ അവർ താല്പര്യപ്പെടുന്നുണ്ട്. ചിലപ്പോൾ പൊട്ട ജോക്കുകളൊക്കെ പറയുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളൊന്ന് ചിരിച്ചു കാണാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചിരി അവർക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് അവര്. അതായത് മേ ബി നിങ്ങളുടെ നിങ്ങളുടെ ഫേസിൽ ഏറ്റവും കൂടുതൽ അവർക്ക് അട്രാക്ഷൻ തോന്നിയതും നിങ്ങളുടെ ചിരിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിരിയുടെ സ്പാർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നിയപ്പോഴായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അട്രാക്ഷൻ തോന്നിയത്. അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ പിക്ചർ കണ്ടിട്ടോ അല്ലെങ്കിൽ ഡിസ്പ്ലേ പിക്ചർ കണ്ടിട്ടോ അങ്ങനെ നിങ്ങളുടെ ചിരി കണ്ടിട്ടായിരിക്കാം ഒരു ക്യൂട്ട്നെസ് ഇയാൾക്ക് തോന്നിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്മൈലിൽ വളരെയധികം അട്രാക്റ്റഡ് ആണ്. അപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ പല്ലുകളായിരിക്കാം ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായത്, അല്ലെങ്കിൽ വേ യു സ്മൈൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നുണക്കുഴികൾ ഉണ്ടായിരിക്കും. മേ ബി അതുകൊണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെയധികം അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവും. എന്താണെങ്കിലും നിങ്ങളുടെ ചിരിയിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്നും അത് ഈ ഒരു പേഴ്സൺ വളരെയധികം അത് അട്രാക്റ്റഡ് ആയി ഫീൽ ചെയ്യുന്നു എന്നുമാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പല പല പ്രശ്നങ്ങളിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പല കാര്യങ്ങളിലും ചാടിയിട്ടുണ്ട്. ചിലത് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളിൽ വന്ന് ഭാവിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാം. പക്ഷെ ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങളും ആ ഒരു പേഴ്സണെ പോലെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായാൽ പുറമേ നിന്നുള്ള എത്ര എക്സ്റ്റേണൽ ഫോഴ്സസ് വന്ന് നിങ്ങളെ തട്ടിയാലും നിങ്ങളുടേതായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ നാച്ചുറൽ ഫ്ലോ ഓഫ് ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഋതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അത് എക്സ്റ്റേണൽ ആയിട്ട് എത്ര ഫോഴ്സ് വന്നാലും അത് തട്ടിത്തെറിപ്പിക്കാൻ സാധിക്കില്ല എന്നിവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇവർ വിചാരിക്കുന്നത് ഇവരുടെ ലൈഫിൽ ഇവർക്ക് എന്തും നേടാൻ പറ്റും, എന്തും വർക്കൗട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. പല കാര്യങ്ങളും അവർക്ക് അപ്പം തന്നെ അച്ചീവ് ആയി എന്ന ഒരു വിശ്വാസം അവരിലുണ്ട്. ടുഗദർ നിങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നു. ഓക്കെ, എന്റെ അഭിപ്രായത്തിൽ നിങ്ങളെ ഒത്തിരി കൊഞ്ചിക്കാൻ അല്ലെങ്കിൽ മേ ബി എന്താണ് ഒരു 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 കെയറിങ് സ്പേസ് തരാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു നിമിഷം ഈ ഒരു പേഴ്സന്റെ അടുത്തേക്ക് എത്തണം, അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണം. അങ്ങനെയുള്ളൊരു ക്ലോസ് ടൈം സ്പെൻഡിങ് സമയം നിങ്ങൾക്കും അവർക്കുമായി കിട്ടണം എന്നുള്ള ഒരു താല്പര്യം അവർക്കുള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ടെക്സ്റ്റ് ചെയ്യാനോ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനോ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ കെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മേ ബി നിങ്ങളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലായിരിക്കാം,
എന്നാൽ നിങ്ങളെ ആ ഒരു പേഴ്സണ് പറ്റുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരണം എന്നൊരു രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്ട്രാ കെയർ തരണം എന്ന് ചിന്തിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഓരോ നിമിഷവും ഈ ഒരു പേഴ്സൺ ട്രൂലി എൻജോയ് ചെയ്തിട്ടാണുള്ളത്. അവർക്ക് സന്തോഷമാണ് നിങ്ങളുമായിട്ടുള്ള പല കാര്യങ്ങളും, പല സിറ്റുവേഷൻസും. ഈവൻ നിങ്ങളുടെ ഫൈറ്റ്സ് പോലും പിന്നെ ആലോചിച്ച് ചിരിക്കാൻ പറ്റുന്നവയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. നിങ്ങളില്ലാതെ അവർക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ട് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഡിസ്റ്റന്റ് ആയി പോയത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നതല്ല നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. പിന്നെ നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടായിരിക്കുകയാണെങ്കിൽ സത്യത്തിൽ നിങ്ങളെന്നൊരു വ്യക്തി ആ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളില്ലാതെ മുന്നോട്ടൊരു ജീവിതം അവരെ കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് അവരിപ്പോഴും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ഇൻട്രസ്റ്റിലാണ് അവരിപ്പോഴും ഇരിക്കുന്നത്. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയാലും അവര് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കിയാലും അവർ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരുന്നത് എന്ന് ചോദിച്ചാൽ, പ്രണയം എന്താണ്, അല്ലെങ്കിൽ മീനിങ് ഓഫ് ലവ്, അതിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ മേ ബി ആ ഒരു ഫീലിംഗ് എന്താണ് എന്ന് അറിയിപ്പിച്ചത്, അല്ല അവരെ മനസ്സിലാക്കി കൊടുത്തത് നിങ്ങളാണ് എന്ന രീതിയിൽ അവർ മനസ്സിലാക്കുന്നുണ്ട്. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ് എനർജി ആണ് കിട്ടിയിട്ടുള്ളത്. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. എന്റെ അഭിപ്രായത്തിൽ ഇത് എന്നോട് ചോദിച്ച ആൾക്കാർക്ക് ഒത്തിരി റെസോണേറ്റ് ആകട്ടെ. പ്ലീസ് ഗൈഡ് us. ഓക്കെ, അടുത്ത കാർഡിൽ പറയുന്നത്, അതായത് ഇവർക്ക് എന്താണോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് വിചാരിക്കുന്നത്, ആ ഒരു കാര്യം എനിക്ക് അങ്ങനെയാ മനസ്സിലാവുന്നത്. അവര് ഒരു കാര്യം ഇന്നതാണ് നീ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്നതാണ് നീ ധരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന കളർ എടുക്ക് എന്നൊരു രീതിയിലായിരിക്കും നിങ്ങളോട് സംസാരിക്കുക. അതേ കളർ ആയിരിക്കും ഓൾറെഡി നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക, ഓൾറെഡി നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മേ ബി അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ, അവരുടെ താല്പര്യം എന്താണോ, അല്ലെങ്കിൽ അവരെന്താണോ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആ സജസ്റ്റ് ചെയ്യുന്ന കാര്യം മുമ്പേ നിങ്ങൾ അറിയും, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തെ ആയിരിക്കാം പോയി തൊട്ടിട്ടുണ്ടാവുക. സോ എന്താണോ അവർ പറയുന്നത് അതാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളൊരു എന്താ പറയാ, അങ്ങനെ ഒരു വിശ്വാസം അവർക്കുണ്ട്. ഓക്കെ, അതുപോലെ ഈ ഒരു പേഴ്സണ് സത്യത്തിൽ പല കാര്യങ്ങളിലും വിശ്വാസമില്ല, സ്വയം തന്നെ വിശ്വാസമില്ല, എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസമില്ല, ഒന്നിനും വിശ്വാസമില്ല. ഓക്കെ, പക്ഷെ സ്വയം എനിക്ക് പറ്റുമെന്ന്, ഒരു കാര്യം എനിക്ക് പറ്റും എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ വിശ്വസിക്കണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഈ പേഴ്സൺ നിൽക്കണം. അല്ലെ ഓവറോൾ ഈ പറഞ്ഞതുപോലെ, ഇങ്ങനെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളാണ്. ഈ ഒരു പേഴ്സൺ ഒന്നുമല്ല നിങ്ങളില്ലാണ്ട്. ഓക്കെ, ഐ വോണ്ട് ടു സ്റ്റേ ഫോർ എവർ വിത്ത് യു. അതായത് പറഞ്ഞല്ലോ, ഈ ഒരു പേഴ്സന്റെ സപ്പോർട്ട് സിസ്റ്റം നിങ്ങളാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളാണ് ഈ ഒരു പേഴ്സന്റെ സ്ട്രെങ്ത്. അതുകൊണ്ട് തന്നെ ഉടനീളം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നില്ല. ഈവൻ അങ്ങനെ നടന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആർജ് ഫീലിംഗ് ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഇത്തിരി തലപുകയ്ക്കുന്ന ആളല്ല, പക്ഷെ ഉള്ള കാലം മുഴുവൻ ഒന്നിച്ചു നിൽക്കണം എന്നുള്ളൊരു ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ അവസാനത്തെ കാർഡില് നിങ്ങളുടെ സ്മൈൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു തുടങ്ങി, ആൻഡ് അവസാനം ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്റെ എല്ലാമാണ് നീ, ആൻഡ് എന്നെ ചിരിപ്പിക്കാനും അറിയാം, അല്ലെങ്കിൽ അയാളുടെ മുഖത്ത് അല്ലെങ്കിൽ അവളുടെ മുഖത്ത് ഒരു ചിരി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളാണ് അതിന്റെ റീസൺ. നിങ്ങളുടെ ചിരി അവർക്ക് ഇഷ്ടമാണ്. ആൻഡ് ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ അവരുടെ ചിരിയുടെ റീസൺ, അല്ലെങ്കിൽ അവർ ജീവിക്കുന്നതിന്റെ റീസൺ, അല്ലെങ്കിൽ അവർ പല കാര്യത്തിലും ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിന്റെ റീസൺ, ഈവൻ അവരുടെ മുഖത്തൊരു ചിരി വരുന്നത് പോലും ബിക്കോസ് ഓഫ് യു, നിങ്ങളാണ് അതിന് കാരണം എന്നുള്ള എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. സോ ഈവൻ നമ്മൾ പറയില്ലേ, നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും ഒരു സ്മൈൽ വരും, അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പോലും വിളിച്ചാൽ നമുക്ക് അത്രത്തോളം ഒരു എനർജി കിട്ടുന്ന കൈൻഡ് ഓഫ് രീതിയിലുള്ളൊരു
ഒരു കണക്ഷൻ ആണ് അവർക്ക് നിങ്ങളോടുള്ളതെന്നാണ് മനസ്സിലായത്. സോ ഈ ഒരു കണക്ഷൻ വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കൈൻഡ് ഓഫ് റെപ്രസെന്റ് സൈക്കിൾ ചെയ്യുന്ന ഒരു കാർഡാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഡീപ്പ് ഇമോഷൻസ് ഈ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ പേഴ്സന്റെ ട്രൂ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ പെയിനും നിങ്ങളുടെ അടുത്ത് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പിക്ചർ പോലെയുള്ള ഒരു ലവ് ലൈഫ്, അല്ലെങ്കിൽ അതിലും മനോഹരമായിട്ടുള്ള ഒരു ലവ് ലൈഫാണ് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. പലപ്പോഴും അവരുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിപ്പിച്ചു. മോറോവർ അവർക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾ അവരെ പഠിപ്പിച്ചു. അങ്ങനെ ഇമോഷണൽ ഡെപ്തിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ അവരെ പഠിപ്പിച്ചു. കമ്പാഷൻ എന്താണ് എന്ന് അങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി നിങ്ങൾ അവരെ പഠിപ്പിച്ചു. ആൻഡ് നിങ്ങളുമായി നല്ലൊരു ഇമോഷണൽ ടൈപ്പ് അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സണ് ജെനുവിൻ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നിങ്ങളുടെ അടുത്തുള്ളത്. ആൻഡ് ദേ ലവ് യു. അങ്ങനത്തെ ഇമോഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഫസ്റ്റ് പൈൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഈവൻ ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് അല്ലെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് പൈല് സെലക്ട് ചെയ്യുന്നതാണ്. നമുക്ക് സെക്കൻഡ് പൈലിൽ എന്താണ് എനർജി കിട്ടുന്നത് എന്ന് നോക്കാം. ആൻഡ് ഫർദർ മോർ നിങ്ങൾക്ക് ഈ റിംഗ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് ടൈഗർ ഐ ആണ് റിംഗ്. അത് കോൺഫിഡൻസ്, പ്രൊട്ടക്ഷൻ, ഫിനാൻഷ്യൽ അബണ്ടൻസ് ഒക്കെ തരുന്ന റൂട്ട് ചക്ര ബാലൻസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ 3 ചക്രാസിനെ ബാലൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു സ്റ്റോൺ ആണ് ടൈഗർ ഐ എന്ന് പറയുന്നത്. ആൻഡ് പ്രൊട്ടക്ഷൻ വളരെയധികം നല്ല രീതിയിൽ തരുന്ന ഒരു സ്റ്റോൺ ആണ്. സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് പൈലിൽ കാണാം. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങളുടെ സെക്കൻഡ് പൈലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അപ്പൽ സ്റ്റോണിനോടാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് എങ്കിൽ, ഇത് ബിസിനസ് ചെയ്യുന്നവർക്ക്, ഓൺടർപ്രണേഴ്സിന് വളരെ നല്ല സ്റ്റോൺ ആണ്. വീനസിന്റെ സ്റ്റോൺ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അബണ്ടൻസ് തരുന്ന ഒരു സ്റ്റോൺ ആണ്. എക്സ്പെഷ്യലി നിങ്ങളുടെ നമ്പർ 6 ആണ്. അതായത് നിങ്ങൾ 6-നോ അല്ലെങ്കിൽ 15-ാം തീയതിയോ ഒക്കെ ജനിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് ധരിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ 6ഓ അല്ലെങ്കിൽ മേ ബി അങ്ങനെ നിങ്ങളുടെ 6-ലാണ് നിങ്ങൾ ജനിച്ചത്, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് 15, അപ്പോൾ 5 + 1 6 അങ്ങനെയാണ് വരുന്നത് നിങ്ങളുടെ നമ്പറെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒപ്പൽ സ്റ്റോൺ ധരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ബാക്കിയുള്ളവർക്കും ധരിച്ചുകൂടാ എന്നല്ല, പക്ഷെ നിങ്ങളുടെ നമ്പർ 6 ആണ്, വീനസിന്റെ നമ്പർ ആണ് നിങ്ങളുടേതെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ഗോ ഫോർ അപ്പിൾ സ്റ്റോൺ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ പേഴ്സന്റെ എനർജി കണക്ട് ചെയ്യാം, ഡയറക്റ്റ് മെസ്സേജ് കണക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു പേഴ്സൺ ഓരോ നിമിഷവും നിങ്ങളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ നിമിഷങ്ങളും വളരെ വിലപ്പെട്ട നല്ല നല്ല ഓർമ്മകളാണ് ഈ ഒരു വ്യക്തിക്ക് നൽകിയത്. ആൻഡ് ഈ ഒരു വ്യക്തി ഇപ്പോഴും ആ ഒരു ഓർമ്മയിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, നിങ്ങൾ എത്ര ദൂരെയാണെങ്കിലും, നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത ഓരോ നിമിഷവും ട്രഷറാണ്, നിധിയാണ് എന്നൊരു രീതിയിലാണ് ഇവര് മനസ്സിലാക്കുന്നത്. ആൻഡ് നിങ്ങളുടെ ഇമോഷൻ ഇപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ വളരെയധികം നിങ്ങളുടെ സ്നേഹത്തിന് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വില തരുന്നുണ്ട്. അവര് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് സമയം. ഈവൻ അവർക്കത് പറ്റുന്നില്ല എങ്കിൽ അത് അവരുടെ തിരക്ക് മൂലമാണ് അവർക്ക് പറ്റാത്തത്. നിങ്ങളുമായി സ്പെൻഡ് ചെയ്യാൻ തീർച്ചയായും അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ആൻഡ് ഭയങ്കര ഒരു സൂതിങ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, മേ ബി ഒരു പേഴ്സൺ ഫിസിക്കലി നിങ്ങളുടെ അടുത്ത് വളരെയധികം അട്രാക്ട് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുമായിട്ടൊരു ലൈഫ് ലോങ് സൈക്കിളിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ ഫോർ എവർ ജേർണിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്നൊരു രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പിൾസ് അല്ല നിങ്ങൾ. ഈ കാത്തിരുന്ന് മീറ്റ് ചെയ്യുന്ന ഒരു രീതിയിലെ ഒരു കപ്പിൾസ് ആണ്, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് കപ്പിൾസ് ആയിരിക്കാം നിങ്ങളെന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ, നിങ്ങൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അവർക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കുന്ന വ്യക്തിയാണ്, നിങ്ങളുടേതായിട്ടുള്ള ഗൈഡൻസുകൾ ഏറ്റെടുക്കാൻ അവർക്ക് വളരെയധികം ഇഷ്ടമാണ്. നിങ്ങളാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. അവരുടെ ജീവിതം എന്ന ഓഷനില് അവരെ ഒരു സ്ഥലത്ത് സ്ഥായിയായി നിർത്താൻ, അല്ലെങ്കിൽ അവർക്കൊരു ബാലൻസ് കൊടുക്കുന്ന നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് നിങ്ങൾ. നിങ്ങളുടെ ഉപദേശങ്ങൾ ഏറ്റെടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നിങ്ങൾ അവർക്ക് നല്ലത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്നൊരു കൈൻഡ് ഓഫ് മെസ്സേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നീ എന്നാണോ എൻ്റെ ജീവിതത്തിൽ വന്നു കയറിയത്, അല്ലെങ്കിൽ നിന്റെ പ്രസൻസ്, നിന്റെ പ്രഭാവം എന്ന് തൊട്ടാണോ എൻ്റെ ജീവിതത്തിൽ വന്നത്, എനിക്ക് ലഭിച്ചത്, അന്ന് തൊട്ട് ഞാൻ വളരെയധികം ലക്കിയാണ്. അല്ലെങ്കിൽ എല്ലാം ശരിയായി വരുന്നത് പോലെ, എല്ലാ പ്രശ്നങ്ങളും ഒഴിയുന്നത് പോലെ, എനിക്ക് ബാലൻസ് കിട്ടുന്നത് പോലെ. അപ്പൊ ഈ ഒരു ബാലൻസ് എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണം എന്നൊരു കൈൻഡ് ഓഫ് അപ്രോച്ചിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിന്റെ കണ്ണുകളിൽ നോക്കുമ്പോഴാണ് എനിക്ക് പല ഡ്രീംസും അച്ചീവ് ചെയ്യാൻ തോന്നുക. അതുപോലെ നിന്റെ കണ്ണുകളിൽ നോക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ പല ഡ്രീംസും സത്യമാകുന്നതായിട്ട് മനസ്സിലാകുന്നത്. ഈ ഒരു പേഴ്സൺ സ്വപ്നം കണ്ടതുപോലുള്ളൊരു പാർട്ട്ണർ ആയിരിക്കാം നിങ്ങൾ. അങ്ങനെ ഒരു പാർട്ട്ണറിനെ ഈ ഒരു പേഴ്സൺ കിട്ടിയതിൽ ഈ പേഴ്സൺ എപ്പോഴും യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഹയർ വൈബ്രേഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ ഒരു പേഴ്സൺ എന്ത് ആഗ്രഹിച്ചാലും ഉടനെ ആ ഒരു പേഴ്സണെ ലഭിക്കുന്നത് പോലെ, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കാത്തത് പോലെ ആയിരിക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ മലയാളവും ഇംഗ്ലീഷും അല്ലെങ്കിൽ കന്നഡയും തമിഴും തെലുങ്കും ഒന്നും യൂണിവേഴ്സിനെ അറിയില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരാൾക്ക് മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയല്ലോ, എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല, ഞാൻ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറഞ്ഞല്ലോ, നല്ല രീതിയിൽ മലയാളം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും സത്യത്തിൽ ഒരു കാര്യവുമില്ല. നമ്മൾ ഓരോ ശബ്ദത്തിൽ നിന്നും ഓരോ വാക്കിൽ നിന്നും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് വൈബ്രേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ വൈബ്രേഷൻ ആണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പൊ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയും, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു മാഡം, എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, തന്നെ എനിക്കൊരു ഫലവും ഇല്ല, ക്രിസ്റ്റൽസ് വന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാല് എല്ലാം നമ്മളെ ഒരു ഹയർ വൈബ്രേഷനിലേക്ക് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്ന എനർജിയാണ്. ഇതെല്ലാം നമ്മൾ ഹയർ വൈബ്രേഷനിലേക്ക് വൈബ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മാർഗങ്ങളാണ് ഇതെല്ലാം. അത് നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ ഓപ്പൺ ആയി പറയാം. യൂണിവേഴ്സിന് ഇംഗ്ലീഷും മലയാളവും ഒന്നും അറിയത്തില്ല. യൂണിവേഴ്സിന് വൈബ്രേഷൻസ് മാത്രമേ അറിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഹയർ വൈബ്രേഷനിൽ വൈബ്രേറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ നിങ്ങൾ സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും ലോണിന്റെയും ഡെബിറ്റിന്റെയും ബ്രേക്കപ്പിന്റെയും വൈബ്രേഷനിലാണ് നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ യൂണിവേഴ്സ് വിചാരിക്കും യൂണിവേഴ്സിന് അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് വൈബ്രേഷൻ എന്നൊന്നും ഇല്ല, അതൊക്കെ നമ്മൾ മനുഷ്യർക്കാണ്. അപ്പൊ യൂണിവേഴ്സ് വിചാരിക്കുന്നത് എന്താ, ഈ ഒരു വൈബ്രേഷനിലാണ് ഇയാള് എനിക്ക് തരുന്നത്, അപ്പൊ അതിന്നും 10 മടങ്ങ് വൈബ്രേഷൻ ആയിട്ട് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതേസമയം നിങ്ങൾ പോസിറ്റീവായിട്ട്, അതായത് മെറ്റീരിയലിസ്റ്റിക്കലി പറഞ്ഞ മനുഷ്യന്റെ ഭാഷയിൽ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആ ഒരു ട്രെമൻഡസ് പോസിറ്റീവ് വൈബ്രേഷൻ യൂണിവേഴ്സിലേക്ക് എത്തും. അപ്പൊ അതിൽ നിന്ന് 10 മടങ്ങ് തിരിച്ചു തരും. അതായത് നമ്മളുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ വൈബ്രേഷൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുവോ ആ രീതിയിലാണ് തിരിച്ച് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾ എനിക്ക് അത് കിട്ടണം, എനിക്ക് അബണ്ടൻസ് കിട്ടണം, എനിക്ക് അബണ്ടൻസ് കിട്ടണം, എനിക്ക് അബണ്ടൻസ് കിട്ടണം എന്നും രാവിലെ എഴുന്നേറ്റ് 4-5 പ്രാവശ്യം പറഞ്ഞിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം അല്ലെങ്കിൽ വൈകുന്നേരം രാത്രി വരെ നിങ്ങൾ എനിക്ക് ലോൺ ഉണ്ട്, എനിക്ക് കടമുണ്ട്, എനിക്ക് ഡെബിറ്റ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, എന്റെ EMI അടയ്ക്കണം, അതാണ് ഇതാണ് എന്ന രീതിയിൽ നിങ്ങൾ ടെൻസ്ഡ് ആയിരുന്നാൽ നിങ്ങൾ ഏത് വൈബ്രേഷനിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അവൻ വരുമോ, അവള് വരുമോ, എന്റെ കൂടെ വരുമോ, അല്ലെങ്കിൽ അവർ പോയോ, തേർഡ് പാർട്ടി ഉണ്ടോ, അതാണോ ഇതാണോ, എന്നാൽ നിങ്ങൾ ഏത് വൈബ്രേഷനിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? സോ നിങ്ങൾ ഫാക്ട് മനസ്സിലാക്കുക. എൻ്റെ അഭിപ്രായത്തില് ഇങ്ങനെയുള്ള ഇത് വീഡിയോ ആയിട്ട് അവൈലബിൾ ആകുകയാണെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. നിങ്ങൾ അതെല്ലാം ഒന്ന് കയറി കണ്ടു നോക്കുക. ഒത്തിരി ഷോർട്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ റെഗുലർ ആയിട്ട് ആ ഷോർട്സ് കാണുക. ആൻഡ് ആ ഒരു കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുത്താൻ ശ്രമിക്കുക. അങ്ങനത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹയർ വൈബ്രേഷനിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്തുതരാം. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കുക.
ഓക്കെ. പണ്ടത്തെ ആൾക്കാർ പറയുന്നത് പോലെ നമ്മൾ ടാപ്പൊക്കെ നല്ല രീതിയിൽ മുറുക്കി അടയ്ക്കണം, ഇല്ലെങ്കിൽ ഓരോ തുള്ളി വീണ് 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 ഇപ്പൊ വീഴാൻ തുടങ്ങിയിട്ട് അത് ഒരു നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ബക്കറ്റ് നിറഞ്ഞിരിക്കും അല്ലെ. അതുപോലെ കുഞ്ഞു 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 സ്റ്റെപ്പുകൾ നമ്മളുടെ ലൈഫിൽ എടുക്കുക, കുഞ്ഞു 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 വൈബ്രേഷൻസ് കൊടുത്ത് ഹയർ ആക്കി കൊണ്ടുവരിക. നമ്മൾ വിചാരിക്കുമോ ഞാൻ ഒരു നേരം അല്ല ഇങ്ങനെ ആലോചിച്ചുള്ളൂ, പക്ഷെ ഈ വൈബ്രേഷൻസ് ഒക്കെ അനാവശ്യമായിട്ട് യൂണിവേഴ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് എന്താണ് നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നതിന്റെ റീസൺ അവർ ഹയർ ആയി വൈബ്രേറ്റ് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ യു ആർ ഇൻ എ ലോ വൈബ്രേഷൻ. ഓക്കെ. ഇതെന്താ ഞാനിപ്പോ പറഞ്ഞെന്ന് വെച്ചാല്, നിങ്ങളുടെ പാർട്ട്ണർ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, സ്പിരിച്വലി നല്ല രീതിയിൽ അവേക്കൻഡ് ആണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. ദാറ്റ്സ് വൈ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു. ഓക്കെ ഓക്കെ അടുത്ത കാർഡ്സ് നമുക്ക് എടുക്കാം. അതുപോലെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന ഒരു നല്ല സ്പോട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പോസിറ്റിവിറ്റി ഉണ്ട്. പലപ്പോഴും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ പറഞ്ഞ പല വാക്കിലൂടെയുമാണ് പ്രചോദനം കിട്ടി ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന ടെക്നിക്കിലൂടെയും പലതിലൂടെയും ഞാൻ കടന്നു പോയതും ഞാൻ അച്ചീവ് ചെയ്തതും. അപ്പോ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും അയാൾ നല്ലതല്ലെന്ന് അറിയാമായിരുന്നിട്ടും നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും അച്ചീവ് ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്താണ് എനർജി ഡ്രെയിൻ ആയി ലോ വൈബ്രേഷനിൽ നിൽക്കരുത് കേട്ടോ. ബിക്കോസ് ഈ ഒരു പേഴ്സണിൽ നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റുകൾ അല്ലെങ്കിൽ കുറെ അധികം എനർജീസ് ചെലുത്താൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾ സക്സസ്ഫുള്ളുമാണ്. സോ നിങ്ങളുടെ എനർജിയും കൂടി ബാലൻസ് ചെയ്യാം. നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഈ ഒരു പേഴ്സൺ വളരെയധികം താല്പര്യപ്പെടുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ആയിട്ട് ഈ ഒരു പേഴ്സൺ നിലകൊള്ളുന്നുണ്ട് എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. നിങ്ങളും തിരിച്ചതുപോലെയാണ് എന്ന് ഈ ഒരു വ്യക്തി വിശ്വസിക്കുന്നത്. നിങ്ങൾ തമ്മിൽ മ്യൂച്വൽ റെസ്പെക്ട് നല്ല രീതിയിലുള്ളതായിട്ട്, അതായത് നിങ്ങളുടെ ലൈഫിൽ അവരുള്ളതും അവരുടെ ലൈഫിൽ നിങ്ങളുള്ളതും രണ്ടുപേർക്കും സന്തോഷമാണ് എന്നൊരു രീതി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. യെസ്, അതാണ് ഈ ഒരു കാർഡ് പറയുന്നത്. നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലും ലൈറ്റ് ആണ്, ഇൻസ്പിറേഷൻ ആണ്. അവരെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലും ലൈറ്റും ഇൻസ്പിറേഷനും ആണ്, അല്ലെങ്കിൽ അവരതാകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ പോലെ. ഈവൻ പല കാര്യങ്ങളിലും നിങ്ങൾ അവരുടെ ഒരു റോൾ മോഡൽ ആയിട്ട് അവർ വെക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, യെസ്, നിങ്ങള് ഈ ഒരു പേഴ്സന്റെ ഹാപ്പിനെസ്സിന് വലിയൊരു ഫാക്ടർ ആണെന്ന് കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഉള്ളത്. ആ പോസിറ്റീവ് എനർജി നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ നെഗറ്റീവ് എനർജി നിങ്ങൾ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും ചാർജ് ആകുന്നില്ല. ഓക്കെ, അവർ നിങ്ങളിൽ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് പോകുന്നു, എന്നിട്ട് അവരുടെ നെഗറ്റിവിറ്റി നിങ്ങൾ മേടിച്ചു വെച്ചിട്ട് നിങ്ങൾ ക്ലെൻസും ചാർജും ആകുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ കുറച്ച് എപ്സം സോൾട്ട് വെള്ളത്തിൽ 1-2 സ്പൂൺ എപ്സം സോൾട്ട് വെള്ളത്തിലിട്ടിട്ട് കുളിക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങളുടെ ചാർജ് ആകാൻ അധികം പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും. ബൈ.